ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിനി കുറച്ച് വാട്ടർ കളർ ടെക്നിക്സ് പഠിക്കാം അല്ലേ. ഇന്ന് പഠിക്കാൻ പോകുന്നത് വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്കാണ്. അതായത് നമ്മൾ ഒരു പേപ്പർ ഡ്രൈ ആവുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളതിലേക്ക് വാട്ടർ അല്ലെങ്കിൽ കളേഴ്സ് ആഡ് ചെയ്യുന്നതിനെയാണ് വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ട് ഒരു സോഫ്റ്റ് എഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് വാല്യൂ കളേഴ്സ് എന്ന് പറയുന്ന പോലെ കേട്ടോ. സെക്കൻഡ് നമ്മൾ 2 കളേഴ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ചൂട് കാരണം കംപ്ലീറ്റ് ഒരു ബ്ലെൻഡിങ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഭയങ്കര വെറ്റായിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ സ്മഡ്ജ് ചെയ്യും കേട്ടോ. ഇത് നല്ല അടിപൊളി സോഫ്റ്റ് എഡ്ജസ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് തേർഡ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ വെറ്റാക്കിയിട്ടുള്ള ഒരു സർഫേസ്, ആ ഒരു പേപ്പറിലേക്ക് നമ്മൾ ഒരുപാട് കളേഴ്സ് ആഡ് ചെയ്യുക. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കംപ്ലീറ്റ് വെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇനി കളേഴ്സ് ആഡ് ചെയ്യാം. നമുക്കിത് ചെയ്യുന്ന ടൈമിൽ ഒരു ഗാലക്സി പോലെ അങ്ങനെയുള്ള കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗാലക്സി പോലെ അത്രയും ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് റൗണ്ട് ബ്രഷാണ്, നമ്പർ 8 ആണ്. ബ്രഷസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇനി നമ്മൾ വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് നമുക്ക് എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. നമുക്ക് സ്കൈ ഒക്കെ ചെയ്യാൻ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ വളരെ വെറ്റായിട്ടുള്ളൊരു സർഫേസാണ്, ആ ഒരു സർഫേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കൂടുതൽ കളേഴ്സ് ആഡ് ചെയ്യും. സ്കൈയിലൊക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കളേഴ്സൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു സോഫ്റ്റ് എഡ്ജസ് ക്രിയേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്കൈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇനി നമുക്ക് ഒരു സ്മോൾ ക്യാരറ്റ് വരയ്ക്കാം. ക്യാരറ്റ് വരച്ചിട്ട് നമ്മൾ എവിടേക്കാണ് ഈ ഒരു വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന ടൈമിലാണെങ്കിലും മാക്സിമം നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരയ്ക്കാൻ നോക്കുക. ഒരിക്കലും ഗ്രിഡ് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് തുടങ്ങരുത്, നിങ്ങൾക്ക് കോൺഫിഡൻസ് നഷ്ടമാവുകയോ ചെയ്യുക. മാക്സിമം നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരയ്ക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾക്കത് ആ ഗ്രിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു മടുപ്പ് തോന്നും, ബാക്കി അത്രയും പെർഫെക്റ്റ് ആവില്ല, അങ്ങനത്തെ ഒരു ഫീലിങ്സൊക്കെ വരാറുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളെപ്പോഴും ഒരു പെയിൻറ്റ് എടുക്കുന്ന ടൈമിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഇത്രയും ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ മാക്സിമം മിക്സ് ചെയ്തിട്ട് തന്നെ ആ ഒരു കളർ എടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇതിൽ ഹൈലൈറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു ലൈറ്റ് എഫക്റ്റ് കാണുന്ന ഒരു വൈറ്റ്, നമ്മളെപ്പോഴും ഒരു പിക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു വൈറ്റ് കാണാൻ പറ്റും. ആ ഒരു വൈറ്റിനെ നമ്മൾ ഹൈലൈറ്റ്സ് എന്ന് പറയാറുള്ളത്. അപ്പോൾ അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്രീൻ നമ്മുടെ ലീവ്സിന് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ഡാർക്ക് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡാർക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഫസ്റ്റ് നമ്മൾ ലൈറ്റ് ഗ്രീൻ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ കുറച്ചും കൂടി ഡാർക്കറായിട്ടുള്ള ഗ്രീന് ആ ഒരു ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ലൈറ്റ്സ് വരുന്നത് എന്ന് വിചാരിക്കുക. ആൻഡ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും നമുക്ക് ഷാഡോസ് കാണാൻ പറ്റുക. പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചലഞ്ച് ചെയ്യുമ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഷാഡോസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഷാഡോസ് ചെയ്ത ടൈമിൽ നമ്മൾ വെറ്റ് ഓൺ വൈറ്റ് ടെക്നിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു ഡാർക്കർ അതിൻ്റെ ഏറ്റവും അടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വാട്ടറൊക്കെ ആഡ് ചെയ്തിട്ട് അതിനെ ഒന്ന് സ്മഡ്ജ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് നമുക്ക് തോന്നും കേട്ടോ. പിന്നെ ഇന്നത്തെയും പോലെ ഫൈനൽ പ്രോസസ്സായിട്ട് ഞാൻ ഇത് ചാനലിലേക്ക് പേസ്റ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ആഡിങ് മോർ കളേഴ്സ് ഇൻ വെറ്റ് സർഫേസ് എന്നുള്ളതാണ് ശരിക്കും നമ്മളൊരു വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കളേഴ്സ് മാത്രമല്ല വാട്ടറും കൂടി ആഡ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.